ആരോഗ്യകരവും ആഹ്ലാദകരവുമായ ഒരു പ്രഗ്നൻസി പീരീഡിന് കൃത്യമായ പ്ലാനിംഗ്, മുന്നൊരുക്കം ആവശ്യമാണ്. ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വേണം. മാനസികമായ തെറപ്പി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പലപ്പോഴും നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സമയത്ത് പ്രഗ്നൻസി പലർക്കും ആവാറുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നവരാണ്, ധാരാളമായിട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ജോലി സംബന്ധമായിട്ടും വീട്ടിലെ പ്രശ്നങ്ങളായിട്ടും സാമ്പത്തികമായിട്ടും പഠന സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ചതിന് ശേഷം പ്രഗ്നൻസി ആവുക എന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ട് പ്രഗ്നൻസി ആകുമ്പോൾ ഉണ്ടാകുന്ന ഈ പിരിമുറുക്കങ്ങൾ അമ്മയുടെ ഗർഭകാലത്തെ മാനസികാവസ്ഥയെ ബാധിക്കാറുണ്ട്. അമിതമായ ടെൻഷൻ, പെട്ടെന്ന് ദേഷ്യം വരിക, ഡിപ്രഷൻ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഹൈപ്പറമെസിസ് എന്ന് പറയും, ഛർദി, ക്ഷീണം ഇവയൊക്കെ കൂടുതലായിട്ട് കാണുന്നു. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ആയ പ്രഷർ ചിലവർക്ക് വരാൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് വളർച്ചക്കുറവ്, വെള്ളക്കുറവ്, മൂപ്പെത്താതെയുള്ള പ്രസവം, പ്രീടേം ലേബർ, ഇതെല്ലാം കാണുന്നു. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ളവർക്ക് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പ്രസവത്തിന് ശേഷമുള്ള മാനസികാസ്വാസ്ഥ്യം അത് പല രീതിയിലും പ്രത്യക്ഷപ്പെടുന്നു. അതായത് കുഞ്ഞിനോടുള്ള വെറുപ്പ്, പാല് കൊടുക്കാതിരിക്കും, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെയുള്ള സംശയങ്ങൾ, പെട്ടെന്ന് കരയുക, ദേഷ്യം വരിക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാറുണ്ട്. ഇതെല്ലാം അമ്മയുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയ ശേഷം പ്രഗ്നൻസി ആകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി മറ്റൊന്ന്, ആരോഗ്യകരമായ മുന്നൊരുക്കം. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ജീവിതശൈലീ രോഗങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുന്നുണ്ട്. പ്രഷർ, പ്രമേഹം, അതുപോലെ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നേരത്തെ തന്നെ കാണാറുണ്ട്, ചെറിയ പ്രായത്തിലേ കാണുന്നുണ്ട്. കൂടാതെ ചില സ്ത്രീകൾ ഏതെങ്കിലും അസുഖങ്ങൾക്ക്, ഇപ്പോൾ സീഷർ, അതായത് അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്ക് തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാവാം. ചിലർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ചില സ്ത്രീകളൊക്കെ നമ്മൾ ഗർഭമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് HB, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും HB നോക്കുമ്പോൾ 8, 7 അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡെഫിഷ്യൻസീസ് കാണുന്നു. മറ്റു ചിലർ ഏതെങ്കിലും അസുഖത്തിന്, ഇപ്പോൾ TB പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത് കഴിഞ്ഞാലേ പ്രഗ്നൻസി ആകാവുന്ന നിർദ്ദേശം ഉണ്ടാകും. ചില മരുന്നുകൾ കഴിച്ചാൽ അത് നിർത്തിയിട്ടും 5-6 മാസത്തിന് ശേഷമേ ഗർഭിണിയാകാവൂ എന്ന നിർദ്ദേശങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഗർഭത്തെ ബാധിക്കുന്നത്? ചിലപ്പോൾ അബോർഷനാകാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശാരീരിക വൈകല്യങ്ങൾക്ക് കാരണമുണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻസി പീരീഡിൽ വളർച്ചക്കുറവ്, വെള്ളക്കുറവ്, പ്രീടേം പെയിൻ, അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസിനും ഇത് കാരണമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരോഗ്യപരമായിട്ടൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഇതിനാണ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട്, ഓരോ വ്യക്തിക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് അതെല്ലാം പരിഹരിക്കുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അനീമിയ, തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി ആവുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോളിക് ആസിഡ് എന്ന വൈറ്റമിൻ്റെ ആവശ്യമാണ്. ഈ ഫോളിക് ആസിഡ് എന്ന വൈറ്റമിൻ വളരുന്ന കോശങ്ങൾക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ ബ്രെയിനിൻ്റെയും ഞരമ്പുകളുടെയും ഒക്കെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. അണ്ഡവും ബീജവും വളരെ ചെറിയ കോശങ്ങളാണ്. ഇവ യോജിച്ച് ഭ്രൂണമായി അത് കോടിക്കണക്കിന് കോശങ്ങളായി വളർന്നിട്ടാണ് പിന്നീട് അവയവങ്ങളായി രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടം നമ്മൾ പ്രഗ്നൻസിയാണ് എന്ന് തിരിച്ചറിയുന്ന മുമ്പേ തന്നെ ശരീരത്തിൽ നടക്കുന്നു. നമ്മൾ മെൻസസ് തെറ്റിയിട്ട് ഒരു 2-3 ആഴ്ച ഉള്ള കാലത്തിനെ പറയുന്നത് ഓർഗാനോജെനസിസ് പീരീഡ് എന്നാണ്, അതായത് അവയവങ്ങൾ രൂപപ്പെടുന്ന കാലമെന്നാണ്. അപ്പോൾ ഇത്രയും ഈ തുടക്കത്തിൽ ഈ വൈറ്റമിൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പ്രഗ്നൻസി ആകാൻ പ്ലാൻ ചെയ്യുമ്പോൾ 2-3 മാസത്തിന് മുമ്പ് തന്നെ, അറ്റ്ലീസ്റ്റ് 1 മാസം മുമ്പെങ്കിലും ഫോളിക് ആസിഡ് എന്ന വൈറ്റമിൻ കഴിക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രഗ്നൻസിയായി ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഈ ഹോസ്പിറ്റലിലെ ആദ്യകാല പരിചരണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഈ ഹോസ്പിറ്റലിലെ രീതികളെക്കുറിച്ച് നമുക്ക് പറയാം. പ്രഗ്നൻസി പീരീഡ് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. തുടക്കത്തിലേ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും ചികിത്സകളും ടെസ്റ്റുകളും ഒക്കെ ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഒരു ഫയൽ ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് BP നോക്കുന്ന റൂമിലാണ് നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എഴുതുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടുകളൊക്കെ ശേഖരിച്ച് അതൊക്കെ എഴുതി വയ്ക്കുന്നു. BP വെയിറ്റ് ചെയ്യുക നോക്കുന്നു. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ പ്രഗ്നൻസിയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ ഫാമിലി
കുടുംബത്തിൽ ആർക്കെങ്കിലും ഗുരുതരമായ അസുഖങ്ങളോ പ്രഷറോ പ്രമേഹമോ എന്നുള്ള കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ പ്രഗ്നൻസി ആണെങ്കിൽ മുമ്പുള്ള ഗർഭങ്ങളിലെ കാര്യങ്ങൾ. ഇത്രയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നാൽ ഉടനെ നിങ്ങളോട് അന്വേഷിക്കുന്നത് അവസാനം പീരിയഡ്സ് ആയ ഡേറ്റ് എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവസാനം പീരിയഡ്സ് ആയ ഡേറ്റ് LMP എന്ന് പറയും. ആ ഡേറ്റ് മുതൽ 9 മാസവും 7 ദിവസവും കൂടുന്നതാണ് പ്രസവ ഡേറ്റ് കണക്കാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അത് അറിയുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മെൻസസ് തെറ്റി വരുന്നവരൊക്കെ ആണെങ്കിലും മെൻസസ് ആയ ദിവസം എന്തിനാണ് പ്രാധാന്യം, നമ്മൾ കുളിച്ചതല്ലേ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് പലരും കുളിച്ച ഡേറ്റാണ് പറയുക, മെൻസസ് നിന്ന ഡേറ്റ്. മറ്റു പലരും ഹസ്ബൻഡ് നാട്ടിലല്ലെങ്കിൽ അവർ വന്ന ഡേറ്റാണ് പറയുക. പക്ഷേ ഇതൊന്നുമല്ല ഇതിൽ പ്രാധാന്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെൻസസ് ആയ ദിവസം മുതൽ തന്നെ സ്ത്രീയുടെ അണ്ടം വളർന്നു തുടങ്ങും. ഈ അണ്ടത്തിൻ്റെ വളർച്ചയും കുട്ടിയുടെ വളർച്ചയ്ക്ക് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ LMP ലാസ്റ്റ് മെൻസസ് ആയതെന്ന് വെച്ചാൽ ആയ ഡേറ്റാണ് പറയേണ്ടത്. പിന്നെ പലപ്പോഴും സംശയമുണ്ടാകുക, അപ്പോൾ എങ്ങനെയാണ് വളർച്ച ശരിയാവുക, എനിക്ക് തെറ്റി വരുന്നതാണല്ലോ, ഹസ്ബൻഡ് പിന്നെ 2 ആഴ്ച കഴിഞ്ഞാണല്ലോ എത്തിയത് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പിന്നീട് നമ്മൾ സ്കാൻ വഴി കൃത്യമായ ഡേറ്റ് കണ്ടുപിടിച്ച് പറഞ്ഞു തരും. ഫാമിലി ഹിസ്റ്ററിയെക്കുറിച്ചും കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രഷർ പ്രമേഹം പോലുള്ള രോഗങ്ങൾ, മറ്റൊന്ന് ജനിതക വൈകല്യങ്ങൾ, മറ്റെന്തെങ്കിലും TB അതുപോലുള്ള അസുഖങ്ങളോ ഉള്ളവർ, മഞ്ഞപ്പിത്തോ പോലുള്ള അസുഖങ്ങൾ വീട്ടിലിപ്പോഴുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ റെക്കോർഡിൽ ഞങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയും കൃത്യമായ വിവരങ്ങളാണ് പറയേണ്ടത്. ഇതൊക്കെ ഈ പ്രഗ്നൻസിയുടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആവശ്യമുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. ഇതിൽ രക്തത്തിൻ്റെ അളവ്, CBC, ബ്ലഡ് ഷുഗർ, തൈറോയിഡ്, യൂറിനറി ഇൻഫെക്ഷൻ, നിങ്ങളുടെ ഗ്രൂപ്പ്, ഇവയാണ് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ. അതോടൊപ്പം തന്നെ സിറോളജി, HIV, HbCG തുടങ്ങിയ ടെസ്റ്റുകളും ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അപകടങ്ങളെല്ലാം തുടക്കത്തിലേ കണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡോക്ടറെ കണ്ട ശേഷം, പരിശോധനയ്ക്ക് ശേഷവും നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ, ഇപ്പോൾ ഗർഭകാലത്ത് തുടക്കത്തിൽ കഴിക്കേണ്ട മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോളിക് ആസിഡാണ്. ഞാൻ അതിൻ്റെ കാരണവും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു. ഫോളിക് ആസിഡ് എന്ന വൈറ്റമിൻ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ തരും. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായ മരുന്നുകൾ. പിന്നെ ബ്ലഡ് ഷുഗർ ഹൈ ആണെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളും മരുന്നുകളും അപ്പോൾ തന്നെ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അബോർഷൻ ആവാതിരിക്കാനുള്ള മരുന്നുകൾ, മുൻപ് കുറേ അബോർഷനായിട്ടുള്ളവർക്കും ഈ ഗർഭത്തിൽ എന്തെങ്കിലും വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ബ്ലീഡിങ്ങോ പറയുന്നവർക്കും സ്കാനിന് ശേഷം ഈ മരുന്ന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളാണ് തരുന്നത്. മറ്റെന്ത് മരുന്നുകളാണെങ്കിലും, ഇനി ഈ ഗർഭകാലത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് മരുന്നുകളാണെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. ഇപ്പോൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിയിട്ടോ മുമ്പുണ്ടായിരുന്ന ചീട്ട് വെച്ചിട്ടോ വീട്ടിൽ മറ്റേതെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ അവരുടെ ചീട്ട് വെച്ചിട്ടൊന്നും മരുന്നുകൾ അനാവശ്യമായിട്ട് വാങ്ങിക്കഴിക്കരുത്. അതൊക്കെ ഗർഭത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇനി ഈ സമയത്തുള്ള സ്കാനിങ്, ഗർഭകാലത്ത് സാധാരണയായിട്ടുള്ള സ്കാനിങ്ങുകളെ കുറിച്ച് പറയാം. അപ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ 5 മാസം വരെ നമ്മുടെ ഇവിടെ സാധാരണയായിട്ട് 4 സ്കാനാണ് മറ്റ് കോംപ്ലിക്കേഷനൊന്നും ഇല്ലെങ്കിൽ വരാറ്. അതിലൊന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡേറ്റ് അറിയാനുള്ള ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. തുടക്കത്തിൽ 2 മാസമാകുമ്പോഴാണ് നമ്മൾ ആ സ്കാൻ ചെയ്യുന്നത്. അതിൽ കുട്ടിയുടെ കൃത്യമായിട്ട് വളർച്ച കണ്ടെത്താനും പ്രസവ ഡേറ്റ് എന്നാണെന്ന് മനസ്സിലാക്കാനും, ട്വിൻസാണോ, ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടോ, മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഗർഭപാത്രത്തിനോ അണ്ഡാശയത്തിലോ മുഴകളോ ഉള്ളിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്കാൻ. അപ്പോൾ ഇതിൽ വേറൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഈ സമയത്താണ് നമ്മൾ ട്യൂബൽ പ്രഗ്നൻസി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത്. ട്യൂബിലെ ഗർഭമെന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, കുടലിലെ ഗർഭം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഒരു അപകടകരമായ അവസ്ഥയാണ്. ട്യൂബിലെ ഗർഭത്തിന് വളരാനുള്ള സ്ഥലമല്ല. അപ്പോൾ ട്യൂബിലെ ഗർഭം വളർന്നു വരുമ്പോൾ അത് പൊട്ടുകയും വയറിനകത്തേക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും അമ്മയ്ക്ക് ക്ഷീണവും ബ്ലഡ് പ്രഷർ കുറയും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയും എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. അപ്പോൾ അതൊരു ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് തുടക്കത്തിലെ സ്കാനാണ് പ്രയോജനപ്പെടുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഈ 2 മാസത്തിലെ സ്കാനിങ് പറഞ്ഞിട്ടുള്ള ഡേറ്റിനിടയിൽ തന്നെ ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാകാം, ചിലർക്ക് വയറുവേദന, അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ മാത്രം അപ്പോൾ ഒരു സ്കാന് പ്രശ്നങ്ങളില്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യും. അടുത്തത് 3 മാസത്തിലെ സ്കാനാണ്. അതിന് NT സ്കാൻ എന്ന് പറയും. 12-13 ആഴ്ചയിൽ ചെയ്യുന്ന സ്കാനാണ്. ഇതിൻ്റെ പ്രാധാന്യം തുടക്കത്തിലെ വൈകല്യങ്ങൾ കണ്ടെത്തുക,
ജനിതക തകരാറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നതിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ ഈ സ്കാനിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ സ്കാന് ഒരു കാരണവശാലും ഇത് ഒഴിവാക്കാൻ പാടില്ല. ഈ ജനിതക തകരാറുകളുടെ ലക്ഷണങ്ങളായ ചില കാര്യങ്ങൾ പിന്നീട് ഉള്ള സ്കാനുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല, അപ്പോൾ അത് മാഞ്ഞു പോകുന്നു. അപ്പോൾ 13 ആഴ്ചയാകുമ്പോഴേക്ക് തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു കുഞ്ഞു രൂപം നമുക്ക് കൈകാലുകളും അവയവങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തുടക്കത്തിലെ വൈകല്യങ്ങൾ ഒരു 50-60% വരെ ഈ സ്കാനിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അടുത്ത സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ 5-ാം മാസത്തിലാണ്. 5 മാസമാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ എല്ലാം രൂപപ്പെട്ട് കഴിയുന്നു. ഹൃദയവും കിഡ്നിയും പോലുള്ള അവയവങ്ങളും പൂർണ്ണ വളർച്ചയെത്തി കാണുന്നു. അപ്പോൾ അതുകൊണ്ട് വൈകല്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സ്കാനാണ് 5-ലെ സ്കാൻ. ഈ സമയത്തൊക്കെ മറ്റ് അപകടങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അതായത് മറുപിള്ള താഴെയാണോ, ഗർഭപാത്രം തുറക്കാനുള്ള സാധ്യതയുണ്ടോ, ഗർഭപാത്രത്തിലോ അണ്ഡാശയത്തിലോ മുഴകളുണ്ടോ, അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്കാനുകളിലൂടെ നമ്മൾ കണ്ടെത്തുന്നു. ഈ പ്രഗ്നൻസിയുടെ തുടക്കത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ട് കാണുന്നതും എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ വന്ന് കണ്ട് ചികിത്സ നേടേണ്ടതുമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറയുന്നു. അതായത് നിങ്ങൾക്കറിയാം, പ്രഗ്നൻസിയുടെ തുടക്കത്തിലുള്ള ഛർദി നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും കാണുന്നുണ്ട്. ഇത് അമിതമല്ലെങ്കിൽ മരുന്നുകളോ ചികിത്സയോ ആവശ്യമല്ല. പക്ഷേ കൂടുതലാവുകയും നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് കൂടുതൽ ക്ഷീണവോ ലവണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയോ വരുമ്പോൾ അത് പല അപകടങ്ങൾക്കും കാരണമാകുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്നുകളോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇടുകയോ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി മറ്റുള്ള അസ്വസ്ഥതകളാണ് അസിഡിറ്റി, ക്ഷീണം, മലബന്ധം, വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, ബോഡി പെയിൻ, ഉറക്കക്കുറവ്, ബ്രസ്റ്റ് ടെൻഡർനെസ്, 2 ബ്രസ്റ്റിന് വേദന വരെ, അങ്ങനെയുള്ളതൊക്കെ. ഇതൊക്കെ ഈ സമയത്തുള്ള ഹോർമോണുകളുടെ ചേഞ്ച്, VSG അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ ചേഞ്ച് കാരണമാണ് വരുന്നത്. അതിൽ എന്ത് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് അത് അപകടമുള്ളതല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വീട്ടിലിരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളതാണെങ്കിൽ, ആവശ്യമാണെങ്കിൽ മാത്രം മരുന്നുകളും കഴിക്കുക. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ഇഷ്ടപ്രകാരമോ മറ്റു പേപ്പറുകൾ വെച്ചിട്ടോ ഒന്നും ഈ സമയത്ത്, പ്രത്യേകിച്ചും തുടക്കത്തിൽ, ഒരു മരുന്നുകളും കഴിക്കരുത്. ഇനി ഈ സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് ബ്ലീഡിങ്. പലപ്പോഴും ബ്ലീഡിങ് അബോർഷൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് അപകടമില്ലല്ലോ എന്ന് സ്കാൻ ചെയ്ത് മനസ്സിലാക്കണം. പിന്നെ വയറുവേദന, ഞാൻ നേരത്തെ പറഞ്ഞു, ട്യൂബിലെ ഗർഭം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാക്കുകയും അമ്മയ്ക്ക് അപകടം ഉണ്ടാക്കുന്നതും ഒരു അവസ്ഥയാണ് ട്യൂബൽ പ്രഗ്നൻസി. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം എന്നത് വയറുവേദനയാണ്. പിന്നെ മൂത്രപ്പഴുപ്പ് ഉണ്ടെങ്കിൽ വയറുവേദന ഉണ്ടാവും. ഗർഭാശയത്തിലോ അണ്ഡാശയത്തിലുള്ള മുഴകൾ വയറുവേദന ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ അപകടമുള്ളതല്ലല്ലോ എന്ന് വന്ന് പരിശോധിച്ച് കണ്ടെത്തുകയും വേണ്ട ചികിത്സകൾ തേടുകയും വേണം. പിന്നെ ചിലർക്ക് വെള്ളപ്പോക്കല്ലാതെ വെള്ളം പോലെ, യൂട്രസ് എന്നുള്ള വെള്ളം പൊട്ടിപ്പോകുന്നത് പോലെ തന്നെ ചില ഗർഭിണികൾക്ക് കാണാറുണ്ട്. ചിലർക്കും 4-5 മാസം സമയത്ത് തന്നെ കുട്ടിയുടെ വെള്ളം പോവുകയും അത് അപകടത്തിലേക്ക് പോവുകയും മുൻകൂട്ടി പ്രസവിച്ച് അബോർഷനാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അപകടങ്ങൾ വരാതിരിക്കാൻ എന്ത് ലക്ഷണങ്ങൾ പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾ കാണുമ്പോഴും ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിലുള്ള ചികിത്സകൾ ചെയ്യണം.